ചെങ്ങന്നൂർ കോടതിയിൽ മുൻസിഫിന് നേരെ ആക്രമണ ശ്രമം, 2 ജീവനക്കാർക്ക് പരിക്ക്. ബുധനാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. ചെങ്ങന്നൂർ മുൻസിഫ് അമല ലോറൻസിന്റെ ചേംബറിലേക്ക് അതിക്രമിച്ചു കയറിയ അരുൺ മോഹൻ എന്ന യുവാവ് ജഡ്ജിയെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഹെൽമറ്റും റെയിൻകോട്ടും ധരിച്ച നിലയിലായിരുന്നു ഇയാൾ. ഭയന്ന മുൻസിഫ് കോടതിക്കുള്ളിലൂടെ ജീവനക്കാരുടെ ഓഫീസിലേക്ക് ഓടിക്കയറി. ഓട്ടത്തിനിടെ വീണ് അമല ലോറൻസിന് പരിക്കേറ്റു. പ്രതിയെ തടയാൻ ശ്രമിച്ച 2 കോടതി ജീവനക്കാർക്കും മൽപ്പിടുത്തത്തിനിടെ പരിക്കേറ്റു. നിലത്ത് വീണ ഒരു ജീവനക്കാരന്റെ നെഞ്ചിൽ പ്രതി ചവിട്ടിയതായും പറയുന്നു. പ്രതിയുടെ റെയിൻകോട്ടിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ചില്ലുകുപ്പി സംഭവത്തിനിടെ നിലത്ത് വീണ് പൊട്ടി. തുടർന്ന് റോഡിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ കോടതി ജീവനക്കാരും സമീപത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളും ചേർന്ന് കീഴ്പ്പെടുത്തി പോലീസിന് കൈമാറി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് ബാർ അസോസിയേഷൻ കോടതി നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നും അറിയിച്ചു. എന്താണ് വിഷയം? രാവിലെ ഞാനൊരു അറൗണ്ട് 9:45 കാണും. ഞാൻ താഴേക്ക് ബാർ അസോസിയേഷൻ്റെ ഓഫീസ് താഴെയാണ്, അങ്ങോട്ടേക്ക് പോകുമായിരുന്നു. അപ്പം മാം മോളെ ഓടെന്ന് പറഞ്ഞ് മാം വരുന്ന കണ്ടു. അപ്പം ഞാൻ ആദ്യം ഇവിടെ ഒരുപാട് പട്ടികളുണ്ട്, അപ്പോൾ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരുമെന്നാണ് വിചാരിച്ചത്. പിന്നെ സ്റ്റാഫ് പുറകെ ഓടി വരുന്ന കണ്ടു. അപ്പോഴാണ് മാം ആരോ എന്ന് പറയുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം ഒരു റെയിൻകോട്ട് ഇട്ട് ഒരു ഹെൽമെറ്റ് ഇട്ട ആൾ വന്നിട്ട് കുറേ നാളായി അത്രയും പറയുന്നത് ഞാൻ കേട്ടുള്ളൂ. അപ്പോഴത്തെ മാമിനെയും കൊണ്ട് ഞാൻ ബാക്കിലേക്ക് മാറി. മാം നല്ല പാനിക്കായിരുന്നു. മാം എന്നോടൊന്നും അങ്ങനെയൊന്നും പറയുന്നില്ലായിരുന്നു. മാമിൻ്റെ ചേംബറിൽ ഒരു ബോട്ടിലായിട്ടാണ് കയറിയെന്ന് പറഞ്ഞു. മാം പറഞ്ഞതാണ്, അല്ലാതെ ഞാൻ ആളിവിടെ വന്നിട്ട് നല്ല സൗണ്ടിൽ കുറേ നാളായി എന്നൊക്കെ ഞാൻ പറയുന്നത് കേട്ടു. ഇന്ന് അതിക്രമം കാട്ടിയ ആള് ഈ കോടതിയിൽ നിലവിൽ കേസുള്ള ആളാണ്. അയാൾക്കെതിരായിട്ട് ഉത്തരവ് ഉണ്ടായി എന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിലാണ് മുൻപ് ഈ ഓഫീസർക്ക് ഭീഷണിക്കത്ത് അയച്ചിട്ടുണ്ട്. അത് ഈ ഓഫീസർ ബന്ധപ്പെട്ട അധികാരികളെ ഏൽപ്പിച്ചിട്ടുമുണ്ട് നേരത്തെ തന്നെ. എന്നിട്ടും അതിനകത്ത് വളരെ നേരത്തെ ഉണ്ടായ ഒരു ഭീഷണിക്കത്തായിരുന്നു ഇത്. എന്നിട്ടും ആ ഓഫീസറുടെ കാര്യത്തിൽ വേണ്ട ശ്രദ്ധ ഉണ്ടായില്ലെന്നുള്ളത് ഒരു വീഴ്ചയായിട്ട് കാണുന്നു. അത്തരം കാര്യങ്ങൾ കൂടുതൽ ഗൗരവത്തോടുകൂടി പരിശോധിക്കണം. ഇന്ന് ഓഫീസർ ആശുപത്രിയിൽ അഡ്മിറ്റായി ചികിത്സ തേടി. 2 ഈ കോടതിയിൽ നിന്നും ഇറങ്ങി ഓടിയ ജുഡീഷ്യൽ ഓഫീസറുടെ പുറകിന് ഈ അക്രമി ഓടി വരികയും ബാർ അസോസിയേഷൻ്റെ ഹാളിന് മുന്നിൽ വന്ന് മറ്റൊരു അഭിഭാഷകയോടൊപ്പം നിന്നുകൊണ്ടാണ് അവർ കടുത്ത അതിക്രമത്തിൽ നിന്നും അല്ലെങ്കിൽ ജീവൻ രക്ഷപ്പെടുന്ന സംഭവം എന്തും കാട്ടാൻ തയ്യാറായുള്ള ഒരു അക്രമിയായിരുന്നു. വളരെ ആസൂത്രിതമായിട്ട് മുൻകൂട്ടി നിശ്ചയിച്ച അനുസരിച്ച് തന്നെയാണ് ആൾ വന്നത്. അയാളുടെ കയ്യിൽ ഒരു കുപ്പി ഉണ്ടായിരുന്നു, ഒരുപക്ഷെ അത് വെള്ളമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ എന്തായാലും ഈ അക്രമി വളരെ ആസൂത്രിതമായിട്ട് മുൻകൂട്ടി ആലോചിച്ച് ഉറപ്പിച്ച് അവിടെ ചേംബറിൻ്റെ മുന്നിൽ വന്ന് അമലയാണോ എന്ന് പേരെടുത്ത് വിളിച്ച് ചോദിച്ചാണ് ഈ ജുഡീഷ്യൽ ഓഫീസർക്കെതിരെയുള്ള അക്രമത്തിന് തയ്യാറായത്. ഇത് കടുത്ത അപലപനീയവും അങ്ങേയറ്റം പ്രതിഷേധാർഹവുമാണ്. CDNet ന്യൂസ്, ചെങ്ങന്നൂർ.